Hi students, welcome back to Venice Academy. അപ്പോൾ നമ്മൾ ഇന്ന് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ ആൻഡ് വയറിംഗിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ റെക്കമെൻഡേഷൻ ഓഫ് ISI, the maximum load that can be connected in one subcircuit is options 800 watts, 1000 watts, 1600 watts, 500 watts. ISI സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു സബ് സർക്യൂട്ടിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ലോഡ്, അതായത് 800 വാട്ട്സ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് പോയിന്റ്സ് എന്നും ചോദിക്കാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ. അത് നമുക്ക് നോക്കാം. അപ്പം ലോഡ് ചോദിക്കുന്നത് വാട്ട്സിലാണെങ്കിൽ 800 വാട്ട്സ് ഓർത്ത് വെക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, as per recommendation of ISI, the maximum number of points of lights, fans and socket outlets that can be connected in one subcircuit is options 8, 10, 15, 20. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സബ് സർക്യൂട്ടിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്ന ലൈറ്റ്, ഫാൻ, സോക്കറ്റ് ഔട്ട്ലെറ്റുകളുടെ മാക്സിമം എണ്ണം എത്രയാണെന്നാണ്. അതിന്റെ ആൻസർ 10 ആണ്. അപ്പോൾ 800 വാട്ട്സ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ 10 പോയിന്റ്സ് എന്ന് പറയുന്നതും തുല്യം തന്നെയാണ്. അത് ഓർത്ത് വെക്കുക. Next question, the cheapest system of internal wiring is dash wiring. Options cleat, casing capping, CTS or TRS, conduit. ഇവിടെ പല ടൈപ്പ് വയറിങ് നമ്മൾ 4 ഓപ്ഷനിൽ കാണുന്നുണ്ട് അല്ലെ. അതിൽ CTSന്റെയും TRSന്റെയും ഫുൾ ഫോം ചിലപ്പോൾ എടുത്ത് ചോദിക്കാറുണ്ട്. CTS മീൻസ് ക്യാബ് ടയർ ഷീത്ത്, ക്യാബ് ടയർ ഷീത്ത്. അതുപോലെ TRS എന്ന് പറയുന്നത് ടഫ് റബ്ബർ ഷീത്ത്. ഇതില് നമ്മൾ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും വില കുറഞ്ഞ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത് ഏത് വയറിംഗ് ആണെന്നുള്ളതാണ്. ക്ലീറ്റ് വയറിംഗ് ആണ് അതിന്റെ ആൻസർ. ക്ലീറ്റ് വയറിംഗിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല, പിന്നെ ഷോക്കിനുള്ള ചാൻസ് ഒക്കെ പെട്ടെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലീറ്റ് വയറിംഗ് നമ്മുടെ ഡൊമസ്റ്റിക് വയറിംഗിന്, വീടുകളിലോ അല്ല അതുപോലെയുള്ള സംഭവങ്ങളിലൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. ക്ലീറ്റ് വയറിംഗ് ആണ് ചീപ്പസ്റ്റ് വയറിംഗ്. അവിടെ പിന്നെ യൂസ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് ടെമ്പററി സെറ്റപ്പ് ഉണ്ടല്ലോ, പെട്ടെന്ന് ഒരു ക്യാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. Option A, cleat is right answer. Cheapest system of wiring, option A, cleat. Next question, highly skilled labor is required in options TRS, conduit, casing capping, both conduit and casing capping. നമുക്ക് ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള, ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ ആവശ്യമുള്ളത് ഏത് ടൈപ്പ് വയറിങ്ങിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 തരത്തിൽ ക്വസ്റ്റ്യൻ വരാം. ചിലപ്പോൾ സെമി സ്കിൽഡ് പേഴ്സൺ, അതുപോലെ തന്നെ സ്കിൽഡ് പേഴ്സൺ, ഹൈലി സ്കിൽഡ്. 3 കാറ്റഗറി ആയിട്ടാണ് പറയുന്നത്. സെമി സ്കിൽഡ്, സ്കിൽഡ്, ഹൈലി സ്കിൽഡ്. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ക്ലീറ്റ് വയറിങ്ങിന് നമുക്ക് സെമി സ്കിൽഡ്, പകുതി കഴിവുള്ള ആളെ മതി അല്ലെ, സെമി സ്കിൽഡ്. പിന്നെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ എവിടെയാ വേണ്ടത്? TRS വയറിംഗ്, PVC കോൺഡ്യൂട്ട്. ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ വേണ്ടത് കോൺഡ്യൂട്ട് ആൻഡ് കേസിംഗ് ക്യാപ്പിംഗ് വയറിങ്ങിനാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, which of the following types of wiring is preferred for workshop lighting? നമ്മൾ വർക്ക്ഷോപ്പ് ലൈറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏത് ടൈപ്പ് വയറിംഗ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് കേസിംഗ് ക്യാപ്പിംഗ് വയറിംഗ്, ബാറ്റൺ വയറിംഗ്, കൺസീൽഡ് കോൺഡ്യൂട്ട് വയറിംഗ്, സർഫേസ് കോൺഡ്യൂട്ട് വയറിംഗ്. ഓർത്തു വെക്കുക, വർക്ക്ഷോപ്പ് ലൈറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കൺസീൽഡ് കോൺഡ്യൂട്ട് വയറിംഗ് ആണ്. മെക്കാനിക്കൽ വർക്ക്ഷോപ്പിന് വേണ്ടി ഏത് ലൈറ്റിംഗ് ആണ്, മെക്കാനിക്കൽ വർക്ക്ഷോപ്പിൽ ഏത് വയറിംഗ് ആണെന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അതിൻ്റെ അകത്ത് നമ്മൾ കോൺഡ്യൂട്ട് വയറിംഗ് എന്നാണ് ഓപ്ഷൻസ് നിന്ന് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി, കൺസീൽഡ് കോൺഡ്യൂട്ട് വയറിംഗ് ഈസ് റൈറ്റ് ആൻസർ. സിക്സ്ത് ക്വസ്റ്റ്യൻ, നോൺ മെറ്റാലിക് കോൺഡ്യൂട്ട്സ് യൂസ്ഡ് ഇൻ ഇന്റേണൽ വയറിംഗ് ആർ ജനറലി മെയ്ഡ് ഓഫ്. നമ്മൾ ഇന്റേണൽ വയറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന നോൺ മെറ്റാലിക് ആയിട്ടുള്ള, അതായത് മെറ്റാലിക് അല്ലാത്ത, മെറ്റാലിക് കോൺഡ്യൂട്ട് അല്ലാതെ നമ്മൾ വേറെ എന്താണ് ഇന്റേണൽ വയറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വുഡ്, റബ്ബർ, PVC, കോർക്ക്. അപ്പൊ ഇവിടെ ഓർത്തു വെക്കുക, നമ്മൾ സാധാരണ രീതിയിൽ ഇന്റേണൽ വയറിങ്ങിന് വേണ്ടി നോൺ മെറ്റാലിക് കോൺഡ്യൂട്ട് യൂസ് ചെയ്യുന്നത് PVC ആണ്. ഓപ്ഷൻ സി, PVC ഈസ് റൈറ്റ് ആൻസർ. Next question, PVC conduits can be buried in. PVC conduit നമ്മൾ ബറി ചെയ്യുന്നത് എന്തിലായിരിക്കണം എന്നാണ്. ഇപ്പോൾ PVC conduits ഇങ്ങനെ കൂടുതൽ ഉപയോഗിക്കാൻ കാരണം ഒരുവിധം ആൽക്കലീസ് അല്ലെങ്കിൽ ആസിഡ്സ് അതുപോലെയുള്ള ഏത് മെറ്റീരിയൽ ആണെങ്കിലും
ആ ഒരു അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നശിക്കാതെ നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് ആര്? PVC കോൺഡ്യൂട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ബറി ചെയ്യുന്നത് പ്ലാസ്റ്ററിലോ ലൈമിലോ കോൺക്രീറ്റിലോ ഏതിൽ ബറി ചെയ്താലും പ്രശ്നമില്ല. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി, എനി ഓഫ് ദിസ് ഈസ് റൈറ്റ് ആൻസർ. 8th question, PVC conduits can be joined by. PVC conduits ഏതൊക്കെ മെത്തേഡ് വെച്ച് നമുക്ക് ജോയിൻ ചെയ്യാമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വെൽഡിംഗ്, ത്രെഡിംഗ്, സോൾവെന്റ് സിമെന്റ്, എനി ഓഫ് ദീസ്. ഇവിടെയും നമ്മൾ PVC കോൺഡ്യൂട്ട്സ് നമുക്ക് ജോയിൻ ചെയ്യാൻ ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓപ്ഷൻ ഡി, എനി ഓഫ് ദീസ് ഈസ് റൈറ്റ് ആൻസർ. 9th question, PVC cables are usually used for. Options: internal wiring of buildings and workshops, 6.6 kV, 11 kV, 33 kV. നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ ഇന്റേണൽ വയറിംഗ് അല്ലെ. അപ്പോൾ ബിൽഡിംഗ്സിന്റെ വർക്ക്ഷോപ്സിന്റെ ഒക്കെ ഇന്റേണൽ വയറിംഗിലാണ് നമ്മൾ PVC കേബിൾസ് നോർമലി എംപ്ലോയ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. 10th question, PVC is preferred over VIR in extreme environments such as in cement or chemical factory. This is because PVC അറിയാലോ, പോളിവിനൈൽ ക്ലോറൈഡ്. അപ്പൊ PVC എന്ന് പറയുന്നത് നമ്മൾ VIR എന്ന് പറഞ്ഞാൽ വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ എന്നാണ്. അപ്പോൾ വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ അല്ലെങ്കിൽ VIR-നെക്കാളും നമ്മൾ കൂടുതൽ PVC പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്താന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? സിമെന്റ് അല്ലെങ്കിൽ കെമിക്കൽ ഫാക്ടറിയിലൊക്കെ നമ്മൾ എക്സ്ട്രീം എൻവയോൺമെന്റ്സ് ആണ്, ഭയങ്കര സൂക്ഷിക്കേണ്ട സംഭവങ്ങളാണ് അല്ലെ. അങ്ങനത്തെ ഒരു എൻവയോൺമെന്റിൽ നമ്മൾ PVC പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ഫസ്റ്റ് ഓപ്ഷൻ, PVC ഈസ് ഇനേർട്ട് ടു ഓക്സിജൻ ആൻഡ് ഓൾമോസ്റ്റ് ഇനേർട്ട് ടു ഓയിൽസ് ആൻഡ് ടു മെനി ആൽക്കലൈൻസ് ആൻഡ് ആസിഡ്സ്. സെക്കൻഡ് പോയിന്റ്, PVC ഈസ് ലെസ് കോസ്റ്റ്ലി, വില കുറഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഗുഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ്. ഈ കൂട്ടത്തിൽ എല്ലാം ഉള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രീം കണ്ടീഷൻസിൽ എൻവയോൺമെന്റ്സിലൊക്കെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളാണ് PVC. കാരണം അത് പെട്ടെന്ന് അങ്ങനെ വേറെ ആരുമായിട്ടും പ്രവർത്തിക്കാൻ പോകില്ല. അപ്പോൾ നമുക്ക് PVC ഈസ് ഇനേർട്ട് ടു ഓക്സിജൻ ആൻഡ് ഓൾമോസ്റ്റ് ഇനേർട്ട് ടു ഓയിൽസ് ആൻഡ് ടു മെനി ആൽക്കലൈൻസ് ആൻഡ് ആസിഡ്. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. 11th question, multi-strand cables have the following advantages with respect to the solid conductor. Options: multi-strand cables are more flexible and durable and therefore can be handled conveniently. Option B, the surface area of multi-strand cable is more as compared to the surface area of equivalent single solid conductor. So heat radiating capacity is more. Skin effect is better as the conductor are tubular, especially in case of high frequency. Option D, all of the above. മൾട്ടി സ്ട്രാൻഡ് കേബിൾസിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മൾട്ടി സ്ട്രാൻഡ് കേബിൾസിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്ലെക്സിബിലിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൺവീനിയന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, വളരെ സൗകര്യപ്രദമാണ്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും രണ്ടും കറക്റ്റ് ആണ്. കാരണം ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട് തന്നെ ഹീറ്റ് റേഡിയേറ്റിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും എന്നാണ്. ഇനി സിംഗിൾ സ്ട്രാൻഡ് കേബിളിനെ വെച്ച് നോക്കുമ്പോൾ മൾട്ടി സ്ട്രാൻഡ് കേബിൾസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്കിൻ എഫക്റ്റ് കുറയ്ക്കാനും അതുവഴി ഉണ്ടാകുന്ന ലോസസ് കുറയ്ക്കാനും പറ്റും. സ്കിൻ എഫക്റ്റ് നമുക്കറിയാം, AC സർക്യൂട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുമ്പോഴാണ് അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലെ. അതായത് സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്നത് കണ്ടക്ടറിന്റെ ആ ഒരു ഔട്ടർ സൈഡിലേക്ക് കറണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഫിനോമിനൺ ആണ്. അത് കൂടുതലും ഉണ്ടാകുന്നത് ഈ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് കുറയുക അല്ലെങ്കിൽ സിംഗിൾ സ്ട്രാൻഡ് കണ്ടക്ടർ യൂസ് ചെയ്യുക അപ്പോഴാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ നമുക്ക് 3 ഓപ്ഷനും ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. 12ാമത്തെ ക്വസ്റ്റ്യൻ, എ ഫ്യൂസ് ഈസ് പ്രൊവൈഡഡ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഫോർ. ഫ്യൂസ് എന്തിനാണ് ഇലക്ട്രിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ: safeguarding the installation against heavy current, reducing the current flowing in the circuit, reducing the power consumption, all of the above. നമുക്കറിയാം ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് നമ്മൾ ഫ്യൂസ് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ
ഒരു മാക്സിമം കറണ്ട് അല്ല, അതായത് അതിന് താങ്ങാൻ പറ്റുന്നതിലപ്പുറം കറണ്ട് വന്നു കഴിഞ്ഞാൽ ഫ്യൂസ് ബ്രേക്ക് ആകുകയും അതുവഴി നമ്മുടെ സർക്യൂട്ടിനെ സംരക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഓവർ കറണ്ടിൽ നിന്ന് നമ്മുടെ ഇൻസ്റ്റലേഷനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ ആണ് ഫ്യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഫ്യൂസ് ലോ ദ കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി വേരീസ് ആസ്. അത് ഓർത്ത് തന്നെ വെക്കണം. ഫ്യൂസ് ലോ എന്ന് പറയുന്നത് കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്ന ഒരു ലോ ആണ്. കണ്ടക്ടറിന്റെ ഡയമീറ്റർ റൈസ് ടു 1.5, ഡയമീറ്റർ റൈസ് ടു 0.5 ആൻഡ് 1 ബൈ ഡയമീറ്റർ. ഇതിൽ ഏതാണ് വരുന്നതെന്ന് വെച്ചാൽ അത് പഠിക്കുക. കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ഫ്യൂസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ റൈസ് ടു 1.5. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ദ റേറ്റിംഗ് ഓഫ് ഫ്യൂസ് വയർ ഈസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ. ഫ്യൂസ് വയറിന്റെ റേറ്റിംഗ് നമ്മൾ എന്തിലാണ് പറയുന്നത് എന്നുള്ളതാണ്. വോൾട്ട് ഉണ്ട്, ആംബിയേഴ്സ് ഉണ്ട്, ആംബിയർ വോൾട്ട് ഉണ്ട്, ആംബിയർ അവേഴ്സ് ഉണ്ട്. നമുക്ക് എളുപ്പം പറയാൻ ആൻസർ ആംബിയേഴ്സ് ആണ്. കാരണം കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി എന്നുള്ളതാണ്, കറന്റിന്റെ റേറ്റിംഗ് ആണ് നമ്മൾ അതിന്റെ സ്പെസിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂസ് വയർ റേറ്റിംഗ് ഈസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ ആംബിയേഴ്സ്. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. 15ാമത്തെ ക്വസ്റ്റ്യൻ, എ ഫ്യൂസ് ഈസ് നോർമലി എ ഡാഷ്. ഫ്യൂസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലെ? പവർ ലിമിറ്റിംഗ് ഡിവൈസ് ആണോ, കറന്റ് ലിമിറ്റിംഗ് ഡിവൈസ് ആണോ, വോൾട്ടേജ് ലിമിറ്റിംഗ് ഡിവൈസ് ആണോ, പവർ ഫാക്ടർ കറക്ഷൻ ആണോ? എന്താണ് ഇത് ചെയ്യുന്നത്? നമുക്കറിയാം കറന്റ് ലിമിറ്റിംഗ് ഡിവൈസ് ആണ് എന്ത് ഫ്യൂസ് എന്ന് പറയുന്നത്. ഫ്യൂസിന്റെ ഭാഗത്തുനിന്ന് ഫ്യൂസ് മെറ്റീരിയൽ, ഫ്യൂസിന്റെ ഫംഗ്ഷൻ, ഈ പറഞ്ഞ രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. വരും വീഡിയോയിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് പറയാം എന്താണ് ഓപ്ഷൻ ബി കറന്റ് ലിമിറ്റിംഗ് ഡിവൈസ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്.